ിക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. ിക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. പുലിമുരുകൻ കണ്ടു. എന്താ പടം? അതിലെ പുലി. അയ്യേ, അതിന് നീ ഇപ്പോഴാണോ അത് കണ്ടത്? പടം ഇറങ്ങിയിട്ട് വർഷം ഒന്നാവാൻ പോകുന്നു. കഴിഞ്ഞുപോയ സിനിമകളുടെ കാര്യം പറയുന്ന സമയം ഇടയ്ക്ക് ഭാവി കാലത്തില് ആവശ്യമുള്ള കാര്യങ്ങളും കൂടി ഓർക്കുന്നത് നന്നായിരിക്കും. നോക്കണ്ട, ഞാനത് അടച്ചു. ഇത്തിരി വെള്ളം താഴെ പോയെന്ന് വെച്ചിട്ട് ഇവിടെ ഒന്നും സംഭവിക്കില്ല. അത് ശരിയാ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ പോയ വെള്ളം വൈകിട്ടത്തെ മഴ പെയ്യുമ്പോ തിരികെ തരാം. എന്താ? അയ്യോ, ഒന്നും മിണ്ടാതെ പോവുകയാണോ? പാവം, ചമ്മിപ്പോയി. ചേടാ, ഇതെന്ത് തരം വട്ട? ഇവർക്ക് ഈ മഴ കൊള്ളണ്ടോ? വല്ല കാര്യമുണ്ടോ? മഴയത്ത് കുഴികുത്തുന്നൊരു അപ്പച്ചനും മകനും, അത് കൊള്ളാം. അമ്മച്ചിക്ക് അറിയാഞ്ഞിട്ടാ അപ്പച്ചാ, ഈ മഴക്കുഴി ഇന്നല്ല, ഭാവിയിൽ നമുക്ക് ഉപയോഗപ്പെടും. അങ്ങനെയാ സയൻസ് ക്ലാസ്സിൽ ത്രേസ്യ ടീച്ചർ പറഞ്ഞത്. അതൊക്കെ ശരി തന്നെ. അമ്മച്ചി വഴക്ക് പറയുന്നത് അത് ഈ മഴയത്ത് തന്നെ വേണമെന്നാ. മഴക്കുഴി മഴയത്തല്ലാണ്ട് പിന്നെ എപ്പോഴാ മഴക്കുഴി എടുക്കുക? അയ്യേ, ഇവരെന്തിനാ ഈ മഴ നനയുന്നേ? അവരെ മഴക്കുഴി ഉണ്ടാക്കുക. മഴക്കുഴിയോ? അതെന്തോന്ന് സാധനമാ? മഴക്കുഴി എന്താണെന്നറിയില്ലേ? മഴയത്ത് ഈ കുഴികളിലെ വെള്ളം നിറയും. പിന്നീട് ആ വെള്ളം ഭൂമിയിലേക്ക് തന്നെ തിരികെ പോകും. അതിനോ? ആ വെള്ളം ഭൂമിയിൽ ശേഖരിച്ചു വെച്ചാല് വേനൽക്കാലമാകുമ്പോൾ വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല.
അങ്ങനെ ഇപ്പൊ പിടികിട്ടി. അങ്ങനെയാണ് നമുക്കും വേണ്ടേ ഓരോ മഴക്കുഴികൾ? ഇവിടെയോ? അല്ലാണ്ട് പിന്നെ. നിങ്ങൾക്ക് വട്ടാ. ഇതിപ്പോ മനസ്സിലാകില്ല. വേനൽക്കാലം ആവട്ടെ, അപ്പോ മനസ്സിലാവും. താനെന്ത് വൃത്തികേടാണോ ഈ കാണിക്കുന്നത്? അതെ, മഴക്കുഴി കുത്തുന്നത് വൃത്തികേടാണോ? മഴക്കുഴി കുത്തുന്നൊക്കെ നല്ല തന്നെ, പക്ഷെ അത് മറ്റൊരുത്തന്റെ ശരീരത്തിൽ തന്നെ വേണോ? വേണോ? പറയണോ? അത് ഞാൻ മഴക്കുഴി. ഇനി കൂടുതൽ വേല കാണിച്ചാലേ കൂടും കുടുക്ക എടുത്തിട്ട് വേറെ താമസ സ്ഥലം നോക്കിക്കോണം. അല്ലെങ്കിൽ തന്നെ ഇവിടെ താമസിച്ചിട്ട് മുട്ടയിടുന്നത് ആ കാക്കച്ചന്റെ കൂട്ടിലും കഷ്ടം. ഒരു മഴക്കുഴി കുത്തിയതിനും എന്തൊക്കെ കേൾക്കണം. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മഴയത്ത് ഇറങ്ങരുതെന്ന്. ഇതിപ്പോ പനിയുടെ സീസണാണ്. അത് പിന്നെ അമ്മച്ചി മഴക്കുഴി. അതൊക്കെ നല്ല കാര്യങ്ങളാ മോനെ, പക്ഷെ ആരോഗ്യവും നോക്കണ്ടേ? പണി കിട്ടിയോ? എനിക്ക് അപ്പോഴേ തോന്നി. എന്തൊക്കെ ബഹളായിരുന്നു. മഴക്കുഴി വെള്ളം സംരക്ഷണം. പണി കിട്ടിയപ്പോ സമാധാനമായില്ലേ? ഇച്ചിരി വെള്ളം പോയപ്പോ എന്തൊക്കെയായിരുന്നു ഉപദേശം? അല്ല, നമ്മുടെ ശരീരം ഭാവിയിൽ വേണ്ടാത്ത ഒന്നാണോ? കൂട്ടുകാരെ, എന്താ ഇത്? വെള്ളം ഇങ്ങനെ പാഴാക്കരുത്. സാരമില്ല, പനി മാറിയിട്ട് നീ ഇതിനും കൂടി ചേർത്ത് കുഴി കുത്തിക്കോ. ഇവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തൽക്കാലം എന്റെ മോൻ വേറൊന്നും ആലോചിക്കണ്ട. വേഗം ഈ ചുക്ക് കാപ്പി കുടിക്ക്. എന്റെ കാവൽ മാലാകമാരെ കാത്തോണേ. ഇത് നോക്കിയേ. ഇതിപ്പോ ഇവിടെ നിന്നു? രാവിലെ ഇത് ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഇതെന്താ? ഇതാണ് മഴവെള്ള സംഭരണി. നിനക്ക് വട്ട. നിറയെ മഴ പെയ്യുമ്പോ അതിൽ നനഞ്ഞു കുഴി കുത്തി. ഇപ്പൊ മഴയില്ലാത്തപ്പോഴ് മഴവെള്ളം ശേഖരിക്കാൻ ഒരു മഴവെള്ള സംഭരണി. അതിപ്പോ നിങ്ങക്ക് പറഞ്ഞ മനസ്സിലാവില്ല. ഓ, ഭാവി കാര്യം. വൈകുന്നേരം ഗ്രൗണ്ട് കാണില്ലേ? പിന്നെ ഈ പണി കഴിഞ്ഞ ഞാനും ഉണ്ട്. അപ്പോ ഗ്രൗണ്ടിൽ വെച്ച് കാണാം. കുടിവെള്ളം അതെ, കുറച്ച് കഴിയുമ്പോ തെളിയും. അപ്പ കുടിച്ചാ മതി. അല്ലെങ്കിൽ തന്നെ രാത്രിയിൽ മഴ പെയ്യും. അപ്പൊ വായം തുറന്നങ്ങ് ഇരുന്നാ മതി. അപ്പ കിട്ടും വെള്ളം. ആ രണ്ട് കുരങ്ങന്മാർ എപ്പോഴും ഇങ്ങനെയാ, വെറുതെ ഓരോ കുരുത്തക്കേടൊപ്പിക്കും. അത് ശരിയാ. കഴിഞ്ഞ പ്രാവശ്യം എന്റെ കൊമ്പില് രണ്ടും തല കീഴായി കിടന്ന് ആടിയ ശേഷം ഊഞ്ഞാല് പോരാന്ന് പറഞ്ഞ് എന്റെ കൊമ്പുകൾ ഒടിച്ചു കളഞ്ഞു. 2 ആഴ്ച എടുത്തു എന്റെ വേദന കുറയാൻ. എന്റെ വള്ളി കണ്ട പാമ്പുകളാണെന്ന് തോന്നുന്നു പറഞ്ഞ് അതെല്ലാം കടിച്ചു മുറിച്ചു. എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ചാടാനും ഓടാനും പഴങ്ങൾ പറിച്ചു തിന്നാനുമാണല്ലോ ഈശ്വരൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു കണക്കിന് മനുഷ്യന്മാരെ അപേക്ഷിച്ച് ഇവരൊന്നും ചെയ്യുന്നില്ല എന്ന് വേണം പറയാൻ. അവർക്ക് എന്ത് നൽകിയിട്ടെന്താ? അവസാനം അവന്മാർ അവരുടെ കോടാലി മുറിച്ചുകൊണ്ട് നമ്മളെ വെട്ടി വീഴ്ത്തും. അത് ശരിയാ. എങ്ങോട്ടെങ്കിലും പോകാന്ന് വെച്ചാല് അതിന് നമുക്ക് ആവില്ല താനും. ഇന്ന് എന്ത് കളി കളിക്കാനാ പ്ലാന്? നമുക്ക് മരം തൊട്ട് കളിച്ചാലോ? മരം തൊട്ട് കളിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഈ ബോളും പൊക്കിക്കൊണ്ട് വന്നത്? പിന്നെ നമുക്ക് പന്ത് കളിക്കാം, പോരെ?
മതി മതി മതി, എല്ലാരും കളി മതിയാക്ക്. എന്നിട്ട് എല്ലാരും വീട്ടിൽ പോകാൻ നോക്ക്. അതെ, ഇത് ഞങ്ങളുടെ കളിസ്ഥലവാ. അതാ ഇപ്പൊ വരെ ഈ ഗ്രൗണ്ട് സാറിന്റേതാ. അതേടാ കുഞ്ഞന്മാരെ, ഈ ഗ്രൗണ്ട് ജോസഫ് ഏട്ടൻ അങ്ങോട്ട് വാങ്ങി. ചേട്ടനെ ഒരു ഡിസ്റ്റിലറി ഉണ്ട്. അതായത് വെള്ളം ഇങ്ങനെ ബോട്ടിലാക്കി വിൽക്കുന്ന ഒരു കമ്പനി. ആ കമ്പനിയിലേക്ക് വെള്ളം വേണ്ടേ? ആ വെള്ളം ഇനി ഇവിടുന്ന് എടുക്കാൻ പോണേ. ഭൂഗർഭജലം എടുക്കാനോ? ആഹാ, മിടുക്കനാണല്ലോ. അത് തന്നെ ഭൂഗർഭജലം. ഭൂമിയുടെ അടിത്തട്ടിൽ നിന്നും വെള്ളം ഊറ്റിയെടുക്കും. അയ്യോ, അപ്പം വെള്ളം തീർന്നു പോവില്ലേ? മതി മതി, ഇനി എല്ലാരും പോയിക്കോ. ഇനി നാളെ മുതൽ ഒറ്റ എണ്ണത്തിന് ഗ്രൗണ്ടിൽ കാണരുത്. ഇങ്ങനെ വെള്ളം എടുത്താ ഭൂമിയിൽ വെള്ളം കിട്ടാണ്ട് വരും. അതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് അയാളുടെ സ്ഥലമല്ലേ, അയാൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇവന് വട്ടാടാ, ഭൂമിയിലെ വെള്ളം അങ്ങനെയൊന്നും തീരില്ല. നീ വാ, നമുക്ക് വേറെ കളിസ്ഥലം നോക്കാം. സാറേ, 200 അടി ആകാൻ പോകുന്നു. വെള്ളം കാണുന്ന ഒരു ലക്ഷണമില്ല. 200 അല്ല, 1000 അടി ആയാലും വെള്ളം കണ്ടേ പറ്റൂ. പോയി കുഴിക്ക്. അങ്ങനെ തന്നെ തുറന്ന് തുറന്ന്. എടാ എൽദോ, എന്താ സാറേ? എൽദോ, ഈ കുഴി കുത്തിക്കഴിഞ്ഞ വേഗം ഈ മരങ്ങൾ മുറിച്ച് മാറ്റിയേക്ക്. അവിടെയും നമുക്ക് ഒരുപാട് കുഴി കുത്താനുള്ളതാ. അയ്യോ, ഇന്നത്തോടു കൂടി നമ്മുടെ കഥ കഴിഞ്ഞത് തന്നെ. നമ്മൾ എന്തൊക്കെ നൽകിയിട്ട് എന്തിനാ? അവസാനം നമ്മുടെ വിധി ഇത് തന്നെയാണോ? ദൈവമേ, ഞങ്ങളെ സൃഷ്ടിച്ച നീ തന്നെ ഞങ്ങളെ കാത്തോണേ. ആരോ കരയുന്നത് കേൾക്കുന്നില്ലേ? ഒരാളല്ല, ഒരുപാട് പേര് കരയുന്നുണ്ട്. ആരാകും അത്? വാ, നമുക്ക് നോക്കാം. ദൈവമേ, ഞങ്ങളെ കാത്തോണേ. ഞങ്ങളെ ഇങ്ങനെ നരകിക്കാൻ വിടരുതേ. കാവൽ മാലാഖമാരെ, ഞങ്ങൾക്ക് കാവലാകണമേ. പാവം മരങ്ങള്, അവറ്റങ്ങള് നന്നായി പേടിച്ചു. അവരുടെ ഭയം ശരിയല്ലേ? ഇങ്ങനെ വെള്ളം ഭൂമിയുടെ അടിത്തട്ടിൽ നിന്നും വലിച്ചെടുത്താല് ആർക്കും വെള്ളം കിട്ടാതെ വരും. മനുഷ്യരെന്താ ഇങ്ങനെ? എന്ത് കിട്ടിയാലും മതിയാവില്ല. അങ്ങനെ എല്ലാ മനുഷ്യരും ചേർത്ത് പറയല്ലേ? ദേ അത് നോക്കിയേ. എന്റെ ഉണ്ണീശോയെ, കാവൽ മാലാഖമാരെ, നിങ്ങളെ കാണുന്നില്ലല്ലോ. ഈ ഭൂമിയെ അവര് തുരന്ന് വെള്ളം എടുക്കുന്നു. ദൈവം അനുവദിച്ചു തന്ന ഈ ഭൂമിയിലെ വെള്ളം അവർ ബോട്ടിലുകളിലാക്കി വിൽപ്പനയ്ക്ക് വെക്കുന്നു. നാളേക്കുള്ള വെള്ളം അവർ സൂക്ഷിക്കുന്നില്ല. നാളെ മരങ്ങളും സസ്യങ്ങളും ജീവജാലങ്ങളും വെള്ളം കിട്ടാതെ മരിക്കും. ദൈവമേ, ഇനി നിങ്ങൾ മാത്രമാണ് ഏക ആശ്രയം. എല്ലാവർക്കും ഈശോ തുല്യമായി അനുവദിച്ചു തന്നവ എല്ലാവർക്കും തുല്യമായി കിട്ടാൻ കനിവുണ്ടാകണേ. പാവം ജോസൂട്ടി, അവൻ പ്രാർത്ഥിക്കുന്നത് ഈ ഭൂമിയിലുള്ള സകല ജീവികൾക്കും വേണ്ടിയാ. അത് ശരിയാ. നിസ്വാർത്ഥമായ പ്രാർത്ഥന നമ്മൾ എങ്ങനെ കേൾക്കാതിരിക്കും? അപ്പോ നമ്മൾ പോകല്ലേ? തീർച്ചയായും. കൂട്ടുകാരെ, എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചില വീടുകളൊന്ന് സന്ദർശിച്ചു നോക്കിയാലോ? അത് ശരിയാ. എല്ലാവരുടെയും ചിന്തകളൊന്ന് നേരിട്ടറിയാലോ. എന്നാൽ ആദ്യം ദേ ആ കാണുന്ന വീട്ടിലേക്ക് ചെല്ലാം. Roadblock ineffective. Resume distillery. Control, 1044 just slammed into me. ആ ജോസൂട്ടി പറഞ്ഞ സത്യാവോ? അവര് ഈ വെള്ളം മുഴുവൻ ഊറ്റിയെടുത്ത് നമുക്ക് വെള്ളം കിട്ടാണ്ട് വരുമോ? ആര് പറഞ്ഞു? അവൻ ചുമ്മാ പറയുന്നാന്നേ. വെറുതെ ആളാവാൻ. ഈ ഭൂമിയിലെ എത്ര എടുത്താലും തീരാത്ത അത്രയ്ക്കും വെള്ളമുണ്ട്. പിന്നെയാ. എന്നാലും നീ കളിക്കുന്നുണ്ടോ? അതെ അതെ. എന്നാലേ അധികം സംസാരിക്കാതെ കളിക്ക്.
ബിജോയ് വന്ന് അല്പനേരം പ്രാർത്ഥിക്കടാ. മമ്മി തന്നെ അങ്ങ് പ്രാർത്ഥിച്ചാ മതി. എനിക്ക് പറയാനുള്ളത് കൂടി അങ്ങ് പറഞ്ഞേക്ക്. നീ എന്തൊക്കെയായി പറയുന്നേ? പ്രാർത്ഥന നല്ല കാര്യമല്ലേ? നമുക്കൊരു ആവശ്യം വരുമ്പോ ദൈവത്തെ വിളിച്ചാ പോരെ? എപ്പോഴും എന്തിനാ പ്രാർത്ഥിക്കുന്നേ? ആഹാ, ഇവൻ കൊള്ളാലോ. ഒരു അല്പം അഹങ്കാരം കൂടിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ മാറുമെന്നേ. ദൈവം ഇന്ന് നല്ലതല്ലെന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം. മുതലാളി വെള്ളം കണ്ടു. ടാങ്കറുകളോട് വരാൻ പറയൂ. എന്റെ വേരിൽ നിന്നും വെള്ളം നഷ്ടമാകുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്റെ തടി ക്ഷീണിക്കുന്നുണ്ട്. അയ്യോ, നാളെ തന്നെ ഈ മരങ്ങൾ മുറിക്കണം. കൂടുതൽ ടാങ്കർ ലോറികളും മെഷീനും വരണം. ഓ ശരി മുതലാളി. അയ്യോ, അവര് നമ്മെ വെട്ടിക്കളയും. എന്റെ ശരീരം തളരുന്നു. എന്റെ കാവൽ മാലാകമാരെ ഞങ്ങളെ കാത്തോണേ. ഇനി നമ്മുടെ സമയം. പാവം മരങ്ങള് അവർ ഒരുപാട് ക്ഷീണിച്ചു. ഇനി വൈകേണ്ട. നിനക്ക് ചൂടെടുക്കുന്നുണ്ടോ? ഇല്ല. എന്തേ മുതലാളി? എനിക്കെടുക്കുന്നുണ്ടേ. അയ്യോ, എനിക്കും ചൂട് പിടിക്കുന്നു. അയ്യോ മുതലാളി, ഇവിടെ നിൽക്കാൻ പറ്റണില്ല. ആകെ ചൂട്. കാല് കുത്താൻ പറ്റുന്നില്ല. എന്റെ കാല് പൊള്ളിയ. അയ്യോ എന്റെയും. വേഗം കാറിലേക്ക് കയറും മുതലാളി. അയ്യോ എന്റെ ലോറി. എന്താ അത്? മുതലാളി, അത് ലാവയാണ്. നമ്മൾ കുഴിച്ചു കുഴിച്ച് ഭൂമിയുടെ അടിത്തട്ടിലെ ലാവയാ പുറത്ത് വന്നതെന്ന് തോന്നുന്നു. എടാ, അത് ഇങ്ങോട്ടാ വരണേ. വേഗം വണ്ടി എടുക്കും മുതലാളി. അപ്പോ എന്റെ വെള്ളം, എന്റെ കമ്പനി. മുതലാളി വേഗം വണ്ടി എടുത്തോ, അല്ലെങ്കിൽ നമ്മളിപ്പോ കത്തിത്തീരും. ജീവൻ വേണേൽ വേഗം വണ്ടി എടുത്തോ, ഓടിക്കോ. മുതലാളിക്ക് ജീവൻ വേണോ? അയ്യോ, എനിക്ക് വെള്ളം വേണ്ട, ജീവൻ മതിയേ. അയ്യോ, നമ്മളിപ്പോൾ ഈ ലാവയിൽ കത്തിത്തീരും. അയ്യോ, നമുക്ക് ഓടാൻ കഴിയില്ലല്ലോ. ആരുമില്ലേ ഞങ്ങൾക്ക് കാവലായി? ഞങ്ങളുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഞങ്ങളില്ലേ കാവലായിട്ട്. കാവൽ മാലാകമാർ. ഒത്തിരി സന്തോഷം. അവര് ഞങ്ങളെ കൊന്നേനെ. ഇനി ആരും നിങ്ങളെ ഉപദ്രവിക്കില്ല. ഭൂമിയിലെ എല്ലാ വസ്തുക്കളും എല്ലാവർക്കും തുല്യമായി എടുക്കാനുള്ളതാ. ഇനി നിങ്ങൾ പേടിക്കേണ്ട. ആരും നിങ്ങളെ ഉപദ്രവിക്കില്ല. ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾക്കൊരല്പം ജോലി കൂടിയുണ്ട്. ദാഹം സഹിക്കാൻ പറ്റുന്നില്ല. അടുക്കളയിൽ പോയി നോക്കിയാലോ? ഓ, എനിക്ക് ദാഹം സഹിക്കാൻ പറ്റുന്നില്ല. ആ പപ്പായുടെയും മമ്മിയുടെയും റൂമിലുണ്ടാവും. മമ്മി, പപ്പ, വാതില് തുറക്ക്. അയ്യോ, എനിക്ക് ദാഹിക്കുന്നു. മമ്മി, വേഗം വാതില് തുറക്ക്. എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. അയ്യോ, ഇനി കിണറിൽ നോക്കാം. അയ്യോ, ദാഹിക്കുന്നേ.
എവിടെ പോയി? വെള്ളം വെള്ളം. അയ്യോ. എന്താ ബിജോയ്? ജോസൂട്ടി, എനിക്കൊരല്പം വെള്ളം തരുമോ? അയ്യോ ഇല്ലേ, ഞാൻ ഇപ്പൊ ദാഹിച്ച് തളർന്നു പോവും. ഒത്തിരി നന്ദിയുണ്ട് ജോസൂട്ടി. അയ്യോ, ഞാൻ നിന്നെ വെള്ളത്തിന്റെ പേരിൽ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. എന്നാലേ കുറച്ച് സമയം കൊണ്ട് ഞാൻ അതിന്റെ മൂല്യം മനസ്സിലാക്കി. ഇനി ഞാൻ ഒരിക്കലും വെള്ളം പാഴാക്കില്ല, ഒരിക്കലും, സത്യം. എന്തായാലും വെള്ളത്തിന്റെ പ്രാധാന്യം നീ മനസ്സിലാക്കിയല്ലോ. എനിക്കത് മതി. പോയി സുഖമായി ഉറങ്ങ്. ഇനി ഒരിക്കലും അവൻ വെള്ളം പാഴാക്കില്ല. ഭൂമിയില് സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മൾ മടങ്ങുകയല്ലേ?